അവരെന്നെ തല്ലുന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഷെയ്ക്കേണ്ടി കൊടുക്കണല്ലേ? ചിലപ്പോ കൊടുക്കും. നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ വെച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുതെന്ന്. നിന്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടുകണം മൊണ്ണയാന്ന് വിചാരിച്ച പ്രകാശൻ. അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോളാം. ആദ്യത്തെ അടി അടിക്കാൻ മാത്രമേ പ്രകാശനും അടിയുള്ളൂ. പിന്നെ ഒരു കുറ്റബോധവും തോന്നില്ല. അതുകൊണ്ട് ചോദിച്ചു വാങ്ങാൻ നിൽക്കരുത് കേട്ടാ. നിങ്ങൾക്ക് അടിക്കണല്ലേ? അടിക്കണോ? മതിയാക്കഞ്ചു. ഇനിയും നിങ്ങളുടെ ഏടത്തിയുടെ മുന്നിൽ വെച്ച് എന്നെ തള്ളി പറഞ്ഞ നിങ്ങളെയും കുഞ്ഞു ഞാനും ചാവും. ഈ സ്വഭാവം വെച്ച് ജീവിക്കണേ നല്ല നീ ചാവണതാ. എന്നാ നിങ്ങൾ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇറങ്ങി അഞ്ചു അഞ്ചു ദേവു പേടിച്ചിരിക്ക. എന്താ അച്ഛാ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാ വീട്ടിലും നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നമല്ലേ? ഇതാണ് ചെറിയ പ്രശ്നം. പിന്നല്ല, ഇത് ചെറിയ പ്രശ്നമല്ലേ? ഞാൻ ചോക്ലേറ്റ് തിന്നാത്ത വാണി നമുക്ക് വിഷമായി കാണുമല്ലേ അച്ഛാ? വിഷമായി കാണും, പക്ഷെ നമ്മുടെ സാഹചര്യം വാണിയമ്മയ്ക്ക് മനസ്സിലാവും. ഈ പ്രശ്നം എപ്പോ തീരും അച്ഛാ? ഈ പ്രശ്നം പെട്ടെന്ന് തീരില്ലേ? പെട്ടെന്ന് തീരുമായിരിക്കും അല്ലേ? പിന്നെ ആരാ വിളിക്കുന്നേ? ആരാ വിളിക്കുന്നേന്ന്? മോനെന്താണ് നിങ്ങളെ വിളിക്കുന്നേ? അത് എനിക്ക് എങ്ങനെ അറിയാൻ? എപ്പോഴും പറയും ഞാൻ വിളിക്കണ്ടെന്ന്. അപ്പൊ അവനെ കാണാറുണ്ടോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും പറയാനായിട്ട്? ഇല്ല, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അപ്പൊ ഞാൻ പറയാറുണ്ട്. എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് ലൗഡ് സ്പീക്കറിലിട്, എന്നിട്ടൊന്ന് സംസാരിക്കും, ഞാൻ കേക്കട്ടെ. സുധേ, അത് വേണോ? ആ വേണം, ഇട്. ഹലോ ഹലോ വക്കീല്, നിങ്ങൾ എവിടെയാ? നിങ്ങൾ സത്യം പറ, കോടതി തന്നെ ഉണ്ടോ അതോ അന്ന് കണ്ട ക്ലൈന്റ് ആ പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കുകയാണോ? നിങ്ങൾ ആവണിയുടെ എക്സാം എടുത്ത് മുടക്കാൻ വേണ്ടി എന്തെങ്കിലും ഐഡിയ തരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ. അറിയാലോ, അവൾ ഇപ്പൊ തന്നെ കൊമ്പത്താണ്. ഇനി ജോലിയും കൂടെ കിട്ടിക്കഴിഞ്ഞാ താങ്ങത്തില്ല വക്കീലെ. വക്കീലെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ പോവാൻ റെഡിയാ. മോഹന, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഹലോ. അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവന് മതിയായില്ല അല്ലേ? നിങ്ങൾ അതിന് കൂട്ടും. ആദ്യം ഞാൻ അവനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ ശരിയാക്കി തരാം കേട്ടോ. മിണ്ടരുത്. നിങ്ങൾ പോയി വണ്ടി എടുക്ക്, എനിക്കിപ്പോ അവനെ കാണണം. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ